പച്ചക്കറി, ഔഷധച്ചെടികൾ, പഴവർഗ്ഗങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ചാണ് ജോയി കൃഷി ചെയ്യുന്നത്. 5 സെന്റ് വസ്തുവിൽ വീട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ഥലമാണ് ബാക്കി. അതൊന്നും ജോയി പാസ്റ്റന് പ്രശ്നമല്ല. ചെടിച്ചട്ടികളും ഗ്രോ ബാഗും ഉപയോഗിച്ച് ഉള്ള സ്ഥലത്ത് പരമാവധി കൃഷി ചെയ്യുന്നു. വിദേശങ്ങളിൽ മാത്രമുള്ള നിരവധി ഇനങ്ങൾ ജോയിയുടെ വീട്ടിൽ വളരുന്നുണ്ട്. പച്ചക്കറി കൃഷി പൂർണ്ണമായും ടെറസിലാണ്. പുനലൂരിലെ കടുത്ത ചൂടിനെ പ്രതിരോധിച്ചാണ് ജോയിയുടെ കൃഷി എന്നുകൂടി ഓർക്കണം. ടെറസ് കൃഷിയിൽ ഗ്രോ ബാഗാണ് ഉപയോഗിക്കുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങൾ ഗ്രോ ബാഗിൽ വളർത്താൻ കഴിയുമെന്നും ജോയി തെളിയിച്ചു. ഗ്രോ ബാഗിൽ വളർത്തിയ ചേന 2 കിലോ തൂക്കമെക്കുമെന്ന് ജോയി സാക്ഷ്യപ്പെടുത്തുന്നു. കാച്ചിലും ചേമ്പുമെല്ലാം ഗ്രോ ബാഗിൽ വളരും. ചേമ്പില്ലാ ചേമ്പെന്നൊരു ഇനവും ജോയി വളർത്തുന്നു. ഇതിന്റെ ഇലയാണ് കറി വെക്കാൻ ഉപയോഗിക്കുന്നത്. പലരും ടെറസിലൊക്കെ കൃഷി ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കും അതിൽ ഒരു താല്പര്യം തോന്നി. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കി ടെറസിൻ്റെ മുകളിൽ കുറച്ച് പണികളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് മാക്സിമം എനിക്ക് മറ്റുള്ളിടത്തു നിന്നുള്ള അഡ്വൈസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് പിന്നെ ഇവിടെ മാക്സിമം അറേഞ്ച് ചെയ്ത് വെച്ച് ഞങ്ങൾ ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട്. 1.5-2 കിലോ ഉള്ള ചേന നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചു. അതുപോലെ ചേമ്പ് നട്ടിട്ടുണ്ട്. പിന്നെ ടെറസിൽ ഇവിടെ കാണാം പിന്നെ ചീനി നട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ മാക്സിമം ഞങ്ങൾക്ക് കഴിയുന്ന പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങിക്കാതെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോളിഫ്ലവറും കാബേജും ഇവിടെ വിളഞ്ഞു നിൽപ്പുണ്ട്. 12 ഇനം വഴുതനകളും ജോയി വളർത്തുന്നു. ചെറിയ തക്കാളി പിടിക്കുന്ന ചെറിയ തക്കാളി, വലിയ തക്കാളിയായ ബീഫ് ടൊമാറ്റോ, ആനക്കൊമ്പൻ വെണ്ട, കസ്തൂരി വെണ്ട, കോവൽ, കുമ്പളം, ചീര, പയർ എല്ലാം ഇവിടുണ്ട്. 100ഓളം പഴവർഗ്ഗങ്ങളും ജോയിയുടെ വീട്ടിൽ വളരുന്നുണ്ട്. ഇതിൽ പലതും വിദേശികളാണ്. മിറക്കിൾ ഫ്രൂട്ട്, മറുള ഫ്രൂട്ട്, അസായി ചെറി, സ്വീറ്റമ്പഴം, അങ്ങനെ പലതും. ചായമൻസ എന്ന് പറഞ്ഞ ഒരു മെക്സിക്കൻ ചീരയുണ്ട്. അത് ഫേസ്ബുക്കിലുള്ള ഗ്രൂപ്പിലുള്ള ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. മാത്രമല്ല മറുള അങ്ങനെയൊക്കെയുള്ളത് വിദേശത്തുള്ള ഫ്രണ്ട്സ് അതിൻ്റെ സീഡ് അയച്ചു വന്ന് ഇവിടെ ഞങ്ങൾ കളിപ്പിച്ചിട്ടുള്ളതാണ്. അസായി ബെറി അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സിൻ്റെ ധാരാളം വൃക്ഷങ്ങളുണ്ട്. ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള നിരവധി ഔഷധച്ചെടികളടക്കം 100ഓളം ഔഷധച്ചെടികൾ ജോയി വളർത്തുന്നു. മുള്ളൻ ചിറ്റമൃത്, കൊടിവേലി, തിപ്പിലി, ചങ്ങലം വരണ്ട, മുറിവുകൂടി, നീലാമരി, അങ്ങനെ വിവിധങ്ങളായ ഔഷധച്ചെടികൾ. ഇൻവെർട്ടറുകളും സോളാർ സംവിധാനങ്ങളും നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ജോയി ഇതിനിടയ്ക്കാണ് കൃഷിക്ക് സമയം കണ്ടെത്തുന്നത്. ഫേസ്ബുക്കിലെ കൃഷി കൂട്ടായ്മയിൽ നിന്നാണ് ജോയിക്ക് കൃഷി തുടങ്ങാനുള്ള പ്രചോദനം ലഭിച്ചത്. 9 മാസം മുമ്പ് മാത്രമാണ് ജോയി കൃഷി തുടങ്ങിയത്. ക്യാമറാമാൻ ഷനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.